കർഷകന്റെ രഹസ്യം. രാജൻ ഒരു കഠിനാധ്വാനം ചെയ്യുന്ന കർഷകനായിരുന്നു. ഒരു കാലത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അയാൾ തന്റെ അയൽക്കാരന്റെ ഗുഡൌണിൽ നിന്നും രഹസ്യമായി വിത്തുകളുടെ ഒരു ചാക്ക് എടുത്തു. അയാൾ സ്വയം പറഞ്ഞു, ഇത് ഒരു തവണ മാത്രം, ആരും അറിയില്ല. വിത്ത് നല്ലതായി വളർന്നു, പക്ഷേ രാജന്റെ ഹൃദയം വളർന്നില്ല. അയൽക്കാരനെ കാണുമ്പോഴൊക്കെയും കുറ്റബോധം അവനെ വേദനിപ്പിച്ചു. അവൻ സംഭാഷണങ്ങൾ ഒഴിവാക്കി. മുൻപത്തെ പോലെ ചിരിച്ചില്ല. അവന്റെ രഹസ്യം വലിയ ജോലിയെക്കാളും ഭാരം തോന്നിപ്പിച്ചു. ഒരു വൈകുന്നേരം രാജൻ ഇനി സഹിക്കാനായില്ല. അയൽക്കാരന്റെ വീട്ടിലേക്ക് നടന്നു ചെന്ന് പറഞ്ഞു, സഹോദര, ഞാൻ സത്യം പറയാം, ചോദിക്കാതെ നിങ്ങളുടെ വിത്തുകൾ എടുത്തു. എനിക്ക് ലജ്ജയാണ്, ക്ഷമിക്കണം. അയൽക്കാരൻ കരുണയോട് നോക്കി പറഞ്ഞു, രാജൻ, സത്യം പറഞ്ഞതിന് നന്ദി, ഞാൻ നിന്നെ ക്ഷമിക്കുന്നു. അടുത്ത തവണ ചോദിച്ചാൽ മതി, സന്തോഷത്തോട് പങ്കിടാം. അതേസമയം രാജന്റെ ഭാരവും മാറി. മാസങ്ങൾക്ക് ശേഷം അവൻ ലഘുവായി അനുഭവിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം അവൻ സമാധാനത്തോട് ഉറങ്ങി. ക്ഷമ തന്നെ അവനെ മോചിപ്പിച്ചുവെന്ന് അറിഞ്ഞു. പാഠം: പാപം മറയ്ക്കുന്നത് നമ്മെ ബന്ധനത്തിൽ ഇടും. എന്നാൽ ദൈവത്തോട് അത് സമ്മതിക്കുമ്പോൾ സമാധാനവും സ്വാതന്ത്ര്യവും ക്ഷമയും നൽകും. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ ആകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. സങ്കീർത്തനങ്ങൾ 32 അധ്യായം 5 വാക്യം.